ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഒരു ക്രിയേറ്റ് ന്യൂ വേൾഡാണ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ കഴിഞ്ഞ ലെറ്റ്സ് പ്ലേൻ്റെ അകത്തുള്ളൊരു വേൾഡ് ഡിലീറ്റായി പോയിരുന്നു. വേൾഡ് ഡിലീറ്റായിപ്പോയി. അപ്പോൾ ഞാൻ വേഗം തന്നെ ഒരു വേൾഡിലേക്ക് ക്രിയേറ്റ് ആയിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മൾ സ്പോണായത് ഏതാണ്ട് കുഴപ്പം പിടിച്ച ചാലഞ്ചിലാണ്. പിന്നെ വേറെ കാര്യം, ഞാൻ കൺട്രോളറിലാണ് കളിക്കുന്നത്. ഇതൊരു നല്ല സീഡാണെന്നാണ് തോന്നുന്നത്. കുഴപ്പമില്ലാത്തൊരു സീഡ്. ഓക്കെ, ഇത് റാൻഡം സീഡാണ് ഗൈസ്. ഓക്കെ, നമുക്ക് വുഡ് മുറിക്കാം. നിങ്ങൾക്ക് ഫോൺ കളിക്കുന്നതിനേക്കാട്ടും ലേശം ലാഗായിട്ട് തോന്നും. അങ്ങനെ ആദ്യത്തെ വുഡ് നമ്മൾ മുറിച്ചു. അത് നമുക്കിനി ഇവിടെ പ്ലേസ് ചെയ്ത് വെക്കാം. എന്തായാലും നമ്മൾ ഇവിടെ എവിടെയെങ്കിലും നമ്മൾ വീട് ഉണ്ടാക്കുക. നമുക്ക് ആ സ്റ്റോണിൻ്റെ പ്ലേസ് ചെയ്യാം ഗൈസ്. ഓക്കെ, അവിടെ പ്ലേസ് ചെയ്ത് ഇനി അത് ആദ്യത്തെ വുഡാന്ന് അറിയേണ്ടിയിട്ട് നമുക്ക് അതിന് നമ്മൾ ഡേർട്ടും വെക്കാം. ഓക്കെ, നമുക്ക് ഈ വുഡെല്ലാം മുറിച്ച് സെറ്റാക്കിയിട്ട് ഇതിൻ്റെ മലേൻ്റെ മുകളിലോട്ട് തന്നെ ഉണ്ടാക്കുക ഒരു കിടിലം ബേസ്. ഓക്കെ, ഇന്നത്തെ വീഡിയോൻ്റെ അകത്ത് ഗോൾ എന്താണെന്ന് വെച്ചാൽ ആ മലേൻ്റെ മുകളിലോട്ട് കയറുക. ഞാൻ ഫോൺ കളിക്കുന്നതിനെക്കാട്ടും കുറച്ച് ലാഗ് ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ, അത് വേറൊന്നുമല്ല, തന്നെയാണ്. നമുക്ക് വുഡൊക്കെ മുറിച്ച് കിടക്കുക. അത് ഞാൻ വിചാരിച്ചൊക്കെ പമ്പിനാന്നാണ്, പിന്നെ അത് കഴിഞ്ഞ പന്നിയാണ്, പിഗാണ്. ഞാൻ അങ്ങനെ വുഡ് മുറിക്കുന്നുണ്ട് ഗൈസ്. മുറിഞ്ഞൂടെ? സവാനയല്ല ഗൈസ്, സ്പോണായ, അതുകൊണ്ട് ഭാഗ്യം. സവാന വുഡ് ഒരു അടിപൊളി വുഡാണ്. ചെറിയൊരു സൗണ്ടൊക്കെ ഉണ്ട് ഗൈസ്, ഗ്ലിങ് ഗ്ലിങ് എന്നുള്ള. അത് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അതെത്തുന്നില്ല. നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. നമുക്ക് സ്റ്റിക്ക്, ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. ഓക്കെ, സ്റ്റിക്ക്. ഓക്കെ, നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ പ്ലേസ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു ഇതുണ്ടാക്കാം. മറ്റേ ആദ്യത്തെ സ്റ്റിക്ക് കൊണ്ട് പിന്നെ ഒരു പിക്ക്, പിന്നെ ഒരു ആക്സ് ഇരിക്കട്ടെ, പിന്നെ ഒരു ഷൗൽ. ഓക്കെ, വുഡൻ ടൂൾസ് ഇത് മതി. നമുക്ക് ബാക്ക് അടിക്കാം. എന്നിട്ട് ആ ക്രാഫ്റ്റിംഗ് ടേബിൾ അങ്ങ് കൂട്ടിച്ചെടുക്കാം. ഇന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മലേൻ്റെ മണ്ട കയറണം. എങ്ങനെ കയറും ഗൈസ്? പണി കിട്ടിയോ? നമുക്ക് പില്ലർ ചെയ്താലോ? അങ്ങനെ പില്ലർ ചെയ്യുക ഗൈസ്. അത് ഇൻവെൻ്ററി, ഇത് ബാക്ക്, കുത്തിരിക്കുന്ന ഇത് ജമ്പി. ഗൈസ്, ഇതിനും കൊണ്ട് പില്ലർ ചെയ്യാൻ ഞാൻ പഠിച്ച്. ഓക്കെ, നമുക്ക് കുറച്ച് വുഡല്ല എന്നായിരുന്നു കുറച്ച് ഇതന്നെ, ഡേർട്ടന്നെ. കൂടെ കിട്ടി ഗൈസ്. ഓക്കെ, നമുക്ക് പിക്കെടുത്ത് മുറിക്കാം. ഗൈസ്, രാത്രി ആവാനായി ഗൈസ്. പണി കിട്ടി തോന്നുന്നു. കാരണം രാത്രിയായ ഷീപ്പ് മണ്ടത്തരത്തിലേക്ക് ഗൈസ്. ഇതാണ് വൈബ്. ഇനിയുണ്ട് ബുർജ് ഖലീഫ കയറത്തില്ലേ?
ഓക്കെ ഗൈസ്, മലേൻ്റെ മുകളിലേക്ക് അങ്ങനെ എത്തുക. അല്ലെ നമുക്ക് മലേൻ്റെ മുകളിലേക്ക് പോകണ്ട, മടിയാണ് ഗൈസ്, മടി. നമുക്ക് എന്തായാലും വുഡ് മുറിക്കതായിരുന്നു, വുഡല്ല എന്നാലും ഷീപ്പിനെ കണ്ടുപിടിക്കണം ഗൈസ്. ഇതൊരു അടിപൊളി സീഡ്, ഗൈസ് ഇതൊരു അടിപൊളി സീഡ് തന്നെ. ഇതിൻ്റെ വില്ലേജും കൂടി ഇതിൻ്റെ അടുത്തുണ്ട്, പിന്നെ ഇതൊരു അടിപൊളി സീഡാവായിരുന്നു ഗൈസ്. ഓക്കെ, വെള്ളത്തിലോട്ട് ചാടിയിട്ടുണ്ട്. ഗൈസ് ഞാനിപ്പം ചാവുന്നാ തോന്നുന്നത്, അതുകൊണ്ട് വേഗം മൊബൈലിലേക്ക് നോട്ടെ. രക്ഷപ്പെട്ട് പൊങ്ങുന്ന എനിക്ക് അറിയില്ല ഗൈസ്, ഞാനെന്തൊരു മണ്ടനാണ് നോക്കി. ഇതിലൂടെ ആയിരുന്നു പിന്നും സിമ്പിൾ തന്നെയാണ് തോന്നുന്നത്. ഇപ്പം ഞാൻ കൺട്രോളൊക്കെ എഴുതി. ഇതന്നെ ഇവിടെ ഒരു കേവൊക്കെ ഉണ്ട്. സ്റ്റോൺ പിക്കാക്സ് ആയിട്ട് പോയിട്ട് അയൺ കളക്ട് ചെയ്യണം. ചാടി 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 പോകും, അപ്പോൾ നമുക്ക് സുഖം വഴി പോകും. ചാടിക്കോ, ചാടി ചാടി ചാടി. ഗൈസ് ഞാൻ പണ്ടത്തെ സീഡിൻ്റെ അകത്ത് കളിക്കാൻ എന്താന്ന് വെച്ചാൽ ഒന്നുമില്ല, അതന്നെ. ഓക്കെ, ഒരു സവാന വില്ലേജ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് സുഖമായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സവാന വില്ലേജ് അടുത്തില്ല എന്ന് തോന്നുന്നു. യെസ്, അടുത്തില്ല. അപ്പം ഗൈസ് നമുക്ക് എന്നാ ചെയ്യാം, എന്തായാലും ഇത് നമുക്ക് നോക്കാം. ഞാൻ നോക്കിയിട്ട് ഇത് നല്ലൊരു സീഡാണെങ്കിൽ നമുക്ക് വേൾഡിനകത്ത് തന്നെ, ഈ സീഡിനകത്ത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാം. അല്ല മറിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാനത് എന്തായാലും ഡിലീറ്റ് ആകും ഗൈസ്, പിന്നെ വേറെ വേൾഡ് തുടങ്ങുന്നതാണ്. ഓക്കെ, ഒരു ചെസ്റ്റ് ഉണ്ടാകണം. ഏഴെണ്ണം പോരെ, 8 വേണം ഗൈസ്. ഈ 8 ഒരു വുഡ് ഇടുന്നു. ചത്ത 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 ചത്തതാണ് മുളകിലാണ്. എന്തായാലും നല്ലൊരു സൈഡാണ്. ഓക്കെ, നമുക്കൊരു ചെറിയൊരു പെട്ടിക്കൂട് പോലത്തെ ഒരു പുര ഉണ്ടാക്കണം. അതിനായിട്ട് കുറച്ച് വുഡ് ആവശ്യമുണ്ട്, വുഡ് മുറിക്കാം. പെട്ടിക്കൂട് വെച്ചാൽ ഒരു പെട്ടിക്കൂടാണ് ഗൈസ്, അതിന് പ്രത്യേകിച്ച് വേറെ പേരൊന്നുമില്ല. ഞാൻ നോക്കട്ടെ ഗൈസ്, മാക്സിമം ഞാൻ എൻ്റെ ആ സീഡിനകത്ത് നിന്ന് കളിക്കാൻ നോക്കാം. ഈ സീഡ് എനിക്ക് അത്ര പിടിച്ചില്ല ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. എന്തായാലും നോക്കാം, നമ്മൾ രാത്രിയാവാനായി, എന്തായാലും ഒരു ബേസിക് കഴിച്ചു കൂട്ടണം. ആ വുഡ് എനിക്ക് കിട്ടണം, ആ വുഡ് എനിക്ക് കിട്ടണം, ആ വുഡ് എനിക്ക് കിട്ടണം. ഓക്കെ, അതങ്ങനെ നമ്മൾ കയ്യിലോട്ട് എത്തിയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇനി വീഡിയോ ഇടാണ്ട് മൈൻക്രാഫ്റ്റ് ഇതിനകത്ത് ഞാൻ കയറില്ല. എനിക്കും പിന്നെ സ്റ്റീൽ വെക്സ് യൂട്യൂബറിനും കൂടി ഒരു മൾട്ടിപ്ലെയർ വേൾഡ് ഉണ്ട്, അതാണ് ഞങ്ങളിപ്പോൾ കാര്യമായിട്ട് നോക്കുന്നത്, വേറൊന്നുമല്ല. ഈ ഒരു വേൾഡിൻ്റെ അകത്താണ് ഞാൻ കളിക്കുന്നത്. ഓക്കെ, നമ്മളെ ബേസ് സെറ്റാക്കാനായിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ഒരു ബ്ലോക്ക്, ഇവിടുന്ന് ഒരു ബ്ലോക്ക്, ഇവിടുന്ന് ഒരു ബ്ലോക്ക്. ഓക്കെ, വേഗം തന്നെ നമ്മളെ താഴോട്ട് അണ്ടർഗ്രൗണ്ട് ബേസാണ് ഗൈസ്. അണ്ടർഗ്രൗണ്ട് അപ്പം നടക്കുള്ളൂ, രാത്രി ആവാനായി. ബാക്കിയെല്ലാം അതിൻ്റെ ഉള്ളിൽ വെച്ചാണ് ഗൈസ്, ബാക്കി നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചാക്കാം ഗൈസ്. നമുക്ക് വേഗം തന്നെ ആക്കണം, ഇപ്പം രാത്രിയാവും. സോംബി, സ്കെൽട്ടൻ, മറ്റേത് മറിച്ചേത് എല്ലാ കാരണം ഉണ്ടായി ഗൈസ്. ഇനി പ്രോബ്ലം ഗൈസ്, ഇനി പ്രോബ്ലം 2 അട്ടി ആയിക്കാണല്ലോ. ഷവൽ ഉണ്ടായിട്ടാണ് ഗൈസ് ഞാൻ കളിച്ചിത്ര നേരം. കൺട്രോളർ കളിക്കണോ അതോ ഫോണിൽ കളിക്കണോ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കമൻറ്റ് മീൻസ് ഒരിത്, നിങ്ങളുടെ അഭിപ്രായം. ഓക്കെ, നമുക്ക് ഇതവിടെ പ്ലേസ് ചെയ്യാം, മൂടാം.
നമുക്ക് നമ്മളടുത്തുള്ള 4 ടോർച്ച് കൊണ്ട് തന്നെ നമുക്ക് എന്താക്കാം, ഇവിടെ സർവൈവ് ചെയ്യാം. ഗൈസ് എൻ്റെ ഇൻവെൻറ്റോറി എവിടെ? ഇൻവെൻറ്റോറി. ഓക്കെ ഗൈസ്, ഓക്കെ നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇതിൻ്റെ തന്നെ. ഓക്കെ ഗൈസ്, ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ, ഒരു ടോർച്ച്. ഓക്കെ നമുക്ക് ബാക്ക് അടിക്കാം. ഓക്കെ അതവിടെ പ്ലേസ് ചെയ്ത് നമ്മൾ ടോർച്ച് കൈമ പിടിച്ചാൽ കത്തില്ല. ഓക്കെ ഗൈസ്, ടോർച്ച് കൈമ പിടിച്ചാൽ കത്തില്ല. നമുക്ക് ഇതവിടെ വെക്കാം, ഇവിടെയും വെക്കാം, ഇവിടെയും വെക്കാം, ഓക്കെ ഇവിടെയും വെക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ചെസ്റ്റ് ഉണ്ടാക്കണം ഗൈസ്. ഓ ചെസ്റ്റ് പാഞ്ചു ഒരു ചെസ്റ്റ്, ഡബിൾ ചെസ്റ്റ് ഉണ്ട് ഗൈസ്. ഓക്കെ നമുക്കൊരു ബാക്ക് അടിക്കാം. ഇവിടെ പ്ലേസ് ചെയ്യുന്നു, ഇവിടെ പ്ലേസ് ചെയ്യാം. ഇനി എൻ്റെ സാധനം വെക്കാനോ? ഒരു സാപ്ലിങ്സ് കിട്ടിയില്ലേ? ഓ ജംഗിൾ സാപ്ലിങ്സ് ആണ് ഗൈസ്. അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇതിങ്ങനെ പിടിച്ചിട്ട് ഓക്കെ അതവിടെ വെച്ചിട്ടുണ്ട്. 27 സാൻഡ് കിട്ടി. അത് നമുക്കെടുത്ത് കളിയിലോട്ട് വെക്കാം. ഇനി വേറെ 3 ഡേർട്ട് ഉണ്ട്, അത് നമുക്കെടുത്ത് ഇതിനകത്തേക്ക് തന്നെ വെക്കാവുന്നതാണ്. കേസ് എന്തായാലും ഞാൻ ഈ വേൾഡ് ഡിലീറ്റ് ആക്കൂല. ഇത് എൻ്റെ ക്രിയേറ്റീവ് വേൾഡ് ആയിട്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യും. ക്രിയേറ്റീവ് മീൻസ് പ്രൊജക്റ്റ് വേൾഡ്, എല്ലാ പ്രൊജക്റ്റ് വേൾഡിനകത്ത് ഞാൻ ചെയ്യാം. ഓക്കെ ഓക്കെ ബാക്ക് അടിക്കാം. നമുക്ക് ഈ ബ്ലോക്ക് മുട്ടിച്ചോട്ടാം, ഇതും പൊട്ടിച്ചോട്ടാം. ഓക്കെ നമുക്ക് അവിടെ വെക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ ലെറ്റ്സ് പ്ലേ സീരീസ് ഇത്രയേ ഉള്ളൂ. ലെറ്റ്സ് പ്ലേ സീരീസ് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ പറ്റി അടുത്ത വീഡിയോ. ടാറ്റ ബൈ ബൈ.